പ്രതിപക്ഷ ബഹളത്തിനിടെ കേന്ദ്ര സർക്കാർ പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. കോക്രോച്ച് പാർട്ടിയുടെ ഡൽഹി സമരത്തിനിടെ ഉണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിപക്ഷം ഇരു സഭകളിലും പ്രതിഷേധമുയർത്തി. സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. തുടർന്ന് ഇരു സഭകളും 2 മണിവരെ നിർത്തിവെച്ചു. മനു ഭരത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. മനു, CJP സമരം പിൻവലിച്ചതിന് ശേഷം സഭ ചേരുമ്പോഴും സഭ പ്രക്ഷുബ്ധമാണ്. എന്തൊക്കെ വിഷയങ്ങളിലാണ് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധം തുടരുന്നത്? രേണുക, പ്രതിപക്ഷത്തിന് ഒറ്റ നിലപാടാണ്. ഈ വിഷയത്തിൽ അമിത്ഷായെയാണ് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച സാഹചര്യത്തിൽ ഇന്ന് പ്രതിപക്ഷം ടാർഗറ്റ് ചെയ്തതും അമിത്ഷായെയാണ്. അമിത്ഷാ ഈ വിഷയത്തിൽ ഒരു മറുപടി പറയണം. 20-ാം തീയതി നടന്ന പ്രതിഷേധത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ക്രൂരമായ മർദ്ദനമാണ് ഉണ്ടായത്. പെല്ലറ്റ് ഗണ്ണുകൾ അടക്കം ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ പരിക്കേൽപ്പിച്ചു. ഇത് ഗുരുതരമായ ഒരു സാഹചര്യമാണ് എന്നാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വിഷയം രാജ്യസഭയിൽ മല്ലികാർജ്ജുൻ ഖർഗെയാണ് ഉന്നയിച്ചത്. രാജ്യസഭയുടെ 267-ാം റൂൾ പ്രകാരം ഒരു അടിയന്തരമായി ഈ വിഷയം ചർച്ച ചെയ്യണം, മറ്റ് നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നൊരു പ്രക്ഷേപം ആണ് കോൺഗ്രസ് അവതരിപ്പിച്ചത്. പക്ഷേ അതിന് അവിടെ അനുമതി ലഭിച്ചില്ല. സഭാനാഥൻ അതിന് അനുമതി നൽകിയില്ല. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനാണ് സഭ നിയന്ത്രിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ അത് അസാധാരണമായ ഒരു സാഹചര്യം ഉണ്ടെങ്കിലേ അനുവദിക്കാൻ കഴിയുമെന്ന് നേരത്തെ തന്നെയുള്ളൊരു നിയമമാണ് രാജ്യസഭയിൽ. അത് അങ്ങനെ വന്നാൽ മാത്രമേ റൂൾ 267 പ്രാബല്യത്തിൽ വരികയുള്ളൂ. അതുകൊണ്ട് ചർച്ച ചെയ്യാൻ സാധിക്കില്ല എന്ന് വ്യക്തമാക്കി. തുടർന്ന് സഭ പ്രക്ഷുബ്ധമായി. ലോക്സഭയിലും അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരാണ് നൽകിയത്. പക്ഷേ ചോദ്യോത്തരവേള തുടങ്ങിയപ്പോൾ തന്നെ സഭ പ്രക്ഷുബ്ധമായി. അതിനെ തുടർന്ന് ചോദ്യോത്തരവേള അനുവദിക്കണം എന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടു. പക്ഷേ അതിന് വഴങ്ങിയില്ല പ്രതിപക്ഷം. തുടർന്ന് സഭ ആദ്യം 12 മണിവരെയും പിന്നീട് 12 മണിക്ക് സമ്മേളിച്ചപ്പോൾ വീണ്ടും പ്രക്ഷുബ്ധമാകുന്നൊരു സാഹചര്യമുണ്ടായി. ഉടൻ തന്നെ ഈ പബ്ലിക് എക്സാമിനേഷൻ അമെൻമെൻറ്റ് ബിൽ ടേബിൾ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ സഭയിൽ വെച്ചതിന് ശേഷം, മേശപ്പുറത്ത് വെച്ചതിന് ശേഷം ഉടൻ തന്നെ ഈ സഭ വീണ്ടും 2 മണിവരെ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും അമിത്ഷാ ഒരു മറുപടി പറയുന്നതുവരെ ഈ സഭ നടക്കില്ല എന്ന് തറപ്പിച്ച് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുമുണ്ട്. ശരി, മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.